AI ക്യാമറ നാളെ പ്രവർത്തനം തുടങ്ങും. പിഴ ഈടാക്കൽ രാവിലെ 8 മുതലെന്ന് ഗതാഗത മന്ത്രി. ഇരുചക്ര വാഹനങ്ങളിൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഇളവ്. മൂന്നാമത്തെ യാത്രക്കാരനായി കൊണ്ടുപോകുന്നതിൽ പിഴ ഈടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി. നിയമ ഭേദഗതി കൊണ്ടുവരും വരെ ഇളവ് തുടരുമെന്നും ആന്റണി രാജു. ഒഡീഷ ട്രെയിൻ ദുരന്തത്തിന് കാരണം ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനത്തിലെ പിഴവെന്ന റെയിൽവേ മന്ത്രി. കാരണക്കാരെ കണ്ടെത്തിയെന്നും അശ്വിനികുമാർ വൈഷ്ണവ്. ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ തുടരുന്നു. ദുരന്തത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ്. കോൺഗ്രസ് പുനഃസംഘടനയിൽ തർക്കം രൂക്ഷം. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പങ്കുവെപ്പ് നടത്തിയെന്ന ആരോപണം. അതൃപ്തി പരസ്യമാക്കി MK രാഘവൻ. മാനദണ്ഡം പാലിച്ചില്ലെന്ന് വിമർശനം. ഡോക്ടർ വന്ദന കൊലക്കേസിൽ നിർണായക ഫോറൻസിക് ഫലം പുറത്ത്. കൊലപാതക സമയത്ത് പ്രതി സന്ദീപ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല. സന്ദീപിന് മാനസിക പ്രശ്നങ്ങളില്ലെന്നും കണ്ടെത്തൽ. റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പണം തിരിച്ചുപിടിക്കാൻ നടപടി. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ 25 പേരിൽ നിന്നും പണം ഈടാക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. തിരിച്ചുപിടിക്കുക 125 കോടി രൂപ. ഫോണിന്റെ ഉദ്ഘാടനം നാളെ. തുടക്കമാകുന്നത് ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി. ആദ്യഘട്ടത്തിൽ 14,000 വീടുകളിലും 3000-ൽ പരം സർക്കാർ സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കും. 140 മണ്ഡലങ്ങളിലും ഉദ്ഘാടന ചടങ്ങ് കാണാൻ സൗകര്യമൊരുക്കും.